ഹലോ, നമ്മൾ ആ റിഫയുടെ കേസ് മറ്റേ അടുത്ത ഫ്രൈഡേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5 വെച്ചിട്ടുണ്ട്. അന്ന് ഫൈനലായിട്ട് ഓർഡർ പറയും. ഇന്നലെ ഓൾമോസ്റ്റ് ഓർഡർ പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അന്നേരം അവർക്ക് ലാസ്റ്റ് അവർ പറഞ്ഞു ഒരു വോയിസ് റെക്കോർഡ് CD അവർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കോടതി കേൾക്കണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് റിക്വസ്റ്റാണ്. എന്നിട്ട് ഫൈനലായിട്ട് കോടതി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത ഫ്രൈഡേ ഫൈനലായിട്ട് ഓർഡർ പറയും. ഓക്കെ, വേറെ കാര്യമായിട്ട് ഇനി ഫർദർ ഹിയറിംഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നേരെ ഓർഡർ ആയിരിക്കും പറയാം. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട്. കോടതി ഒരുപാട് സമയം തന്നിട്ടുണ്ട്. എന്തായാലും August 5 അടുത്ത ഫ്രൈഡേ കൂടി ഫൈനലാവും. ഓക്കെ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റിഫയുടെ കേസ് പരിഗണിച്ചിരുന്നു. അതായത് മാനസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് വന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാനസിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണല്ലോ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണല്ലോ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്, എന്നിട്ട് പോലും മാനസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട്? ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ നൽകാം. അതായത് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് മെഹനാസിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു, FIR തയ്യാറാക്കുന്നു. ഇതിനിടയിൽ ഒരു ദിവസം പുലർച്ചെ മെഹനാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ മെഹനാസിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അന്ന് മെഹനാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്നാൽ അതിനിടയിൽ മെഹനാസ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതായത് തനിക്ക് ഈ കേസിൽ ജാമ്യം ആവശ്യമാണ്, തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു, അതിനാൽ തന്നെ തനിക്ക് അതിൽ നിന്നൊരു പരിരക്ഷ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെഹനാസ് ഒരു ജാമ്യാപേക്ഷ ഒരു ഹൈക്കോടതിയിൽ അഭിഭാഷകനെ തയ്യാറാക്കിയിട്ട് സമർപ്പിച്ചു. എന്നാൽ കോടതി മെഹനാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ വെച്ച് മെഹനാസിന് ഹൈക്കോടതി നോട്ട് അറസ്റ്റ് അനുവദിച്ചു. അതായത് അതെന്തുകൊണ്ടാണ് അനുവദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഹനാസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയോട് പറഞ്ഞു, എൻ്റെ കക്ഷിയെ ഈ കേസിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുന്നത് വരെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ട് അറസ്റ്റ് കോടതി പുറപ്പെടുവിക്കണം, അല്ലെങ്കിൽ അതിനുള്ള അനുമതി നൽകണം എന്ന് മെഹനാസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മെഹനാസിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങൾ, അതായത് മെഹനാസിന്റെ ജാമ്യാപേക്ഷയിലുള്ള കാര്യങ്ങൾ അവസാനിക്കണം. എന്നിട്ട് ഹൈക്കോടതി പറയും മെഹനാസിനെ അറസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ മെഹനാസിന്റെ ജാമ്യാപേക്ഷ തള്ളുകയോ, അല്ലെങ്കിൽ മെഹനാസിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതി തീരുമാനിക്കും. അതുവരെ പോലീസിന് ഈ കേസിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഈ കേസിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് വ്യക്തമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആരാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഹനാസിന്റെ അഭിഭാഷകൻ സമയം ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും കോടതി സമയം നൽകും. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണല്ലോ കോടതിയുടെയും ഇവിടെയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെയും ഒരു അടിസ്ഥാനം. പക്ഷേ അത് ഇന്നൊരു തമാശയാണ്. പക്ഷേ ചില ജഡ്ജിമാർ അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കേസുകൾ പരിഗണിക്കും. കഴിഞ്ഞ ദിവസം 35-ാം നമ്പറിലായിരുന്നു നമ്മുടെ കേസ് പരിഗണിച്ചത്. ഒരുപാട് കേസുകൾ ഒരു ദിവസം ഹൈക്കോടതിയിൽ ഉണ്ടാകും. അങ്ങനെ 35-ാം നമ്പറിലായിരുന്നു നമ്മുടെ കേസ് പരിഗണിച്ചിരുന്നത്. ഈ കേസ് പരിഗണിച്ചിരുന്ന സമയത്ത് തന്നെ മെഹനാസിന്റെ അഭിഭാഷകൻ എണീറ്റ് നിന്ന് കോടതിയോട് പറഞ്ഞു, ഒരു ഓഡിയോ കോടതി മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അത് ബഹുമാനപ്പെട്ട കോടതി കേൾക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ കോടതി കേൾക്കില്ല. കോടതിയുടെ സമയം നോക്കിയിട്ട് അത് കേൾക്കും. അങ്ങനെ കോടതി പറഞ്ഞു, നോക്കട്ടെ, ഞാനത് എന്താണെന്നുള്ളത് ഒന്ന് കേട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയം കോടതി അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അതായത് കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചു. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച ഈ ഓഡിയോ കേട്ടിട്ട് ഒരു തീരുമാനം പറയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലായ്പ്പോഴും അതുപോലുള്ള വിശ്വാസമായിരുന്നു. അതേ വിശ്വാസം തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഇനിയും നീട്ടിക്കൊണ്ട് പോകില്ല എന്ന് തന്നെ തോന്നുന്നു. കാരണം അങ്ങനെയുള്ള കുറച്ച് പരാമർശങ്ങൾ കോടതിയിൽ കേൾക്കാനിടയായി. അങ്ങനെയാണ് അഭിഭാഷകർ പറഞ്ഞത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് പറയാൻ ഞാനിവിടെ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 മാസം കോടതിയിൽ ഈ കേസ് ഉണ്ടായിട്ട് പോലും ഇതുവരെ മെഹനാസിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പം ജാമ്യം ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഹനാസിന്റെ നിരപരാധിത്വം കോടതിയിൽ വ്യക്തമായി തെളിയിക്കാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാത്തത്. അത് മാത്രമല്ല, മെഹനാസിന്റെ അഭിഭാഷകൻ സമയം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ കോടതി സമയം നൽകും. അതിനിടയിൽ റിഫയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായ റഫ്താസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹൈക്കോടതിയിൽ പറഞ്ഞു, ഇയാളുടെ നോട്ട് അറസ്റ്റ് അത് കുറേ ആയി ഇങ്ങനെ നീണ്ടു പോവുകയാണ് എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ കോടതി
വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ആ സമയം വരെ നോട്ട് അറസ്റ്റ് നീട്ടിക്കൊടുത്തു. അപ്പോൾ നോട്ട് അറസ്റ്റ് എങ്ങാനും കോടതി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതുവരെ മാനാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ എന്തായാലും അടുത്ത വെള്ളിയാഴ്ച, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരാം. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. അതായത് ജംഷാദിനെയാണ് ഈ പറയുന്ന മെഹനാസ് ഇപ്പോൾ പ്രതിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുള്ളത്. അതായത് ജംഷാദും ബാച്ചയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് മെഹനാസിൻ്റെ ഇപ്പോഴുള്ള സംശയം. കാരണം ആദ്യം ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്ത് അങ്ങനെ ഒരു സംശയം മെഹനാസിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാ സംശയം ഉണ്ട് എന്നാണ് മെഹനാസ് പറയുന്നത്. അതായത് ജംഷാദിന് എന്തോ ഒരു റോളുണ്ട് എന്നാണ് മെഹനാസ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മെഹനാസിനെതിരെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് ജംഷാദാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ കോടതിയിൽ മെഹനാസ് തെളിയിക്കട്ടെ. പക്ഷേ ആദ്യമില്ല ഇപ്പോഴുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ജംഷാദ് വളരെ വ്യക്തമായ ഒരു മൊഴി ഈ പറയുന്ന മെഹനാസിനെതിരെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് ഒരു ഓഡിയോ റെക്കോർഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പുറത്തുവിടുന്നതായിരിക്കും. ഇതാണ് കോടതിയിൽ നടന്നിട്ടുള്ള സംഭവം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.